റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്നഹ്. ചില ആളുകൾക്ക് സ്വർഗത്തിൽ അല്ലാഹു സ്ഥാനങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്തു കൊടുക്കും. സ്ഥാനങ്ങൾ മേലോട്ട് മേലോട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അവര് പറയും, അന്നാലി ഹാദാ, അല്ലാഹുവേ ഈ ഒരു സ്ഥാനം ഉയർച്ച കിട്ടാൻ ഞാനിവിടെ ഒന്നും ചെയ്തില്ലല്ലോ റബ്ബേ. ഞാൻ ഇന്നലെ മുതൽ അവിടെ ഇരിക്കുന്ന എന്നെ നീ ഇങ്ങോട്ട് എത്തിച്ചല്ലോ റബ്ബേ, എന്താണതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് മറുപടി വരുമത്രേ, ബിസ്തിഗ്ഫാരി വലദിക ലക, നിനക്ക് വേണ്ടി നിന്റെ മക്കൾ പൊറുക്കലിനെ ചോദിച്ചതാണ് കാരണം. നിങ്ങളുടെ മക്കൾ അന്നത്തെ വാലിന്റെ സദസ്സിൽ വെച്ച് ഉപ്പാക്ക് ദുആ ഇറക്കണേ എന്ന് പറഞ്ഞില്ലേ, ആ ദുആയാണ്, അതിന്റെ ഉത്തരമാണിത്. നിനക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ദുആ ഇറക്കണേ എന്ന് പറഞ്ഞ് മക്കള് ദാനം ചെയ്തില്ലേ, ആ ദാനമാണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞ് മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗത്തിൽ ഉയർച്ച കൊടുക്കുന്നുണ്ട്. മക്കള് ചെയ്യുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ അവര് ചെയ്യിപ്പിക്കുന്ന പ്രാർത്ഥന, ഇതും രണ്ടും ഒരുപോലെയാണ്. മക്കളുടെ പ്രാർത്ഥനയ്ക്ക് പവർ കൂടുതലാണ്. ഇനി അവർക്ക് തോന്നുകയാണ് ഞങ്ങളെക്കാളുമൊക്കെ ഇൽമ പഠിച്ചവരും അദബുള്ളവരും തഖ്വയുള്ളവരുമായ ആളുകൾ അവർ ദുആ ഇറക്കുമ്പോൾ അല്ലാഹു സ്വീകരിക്കുമല്ലോ എന്ന പ്രതീക്ഷയിൽ ദുആ ഇറക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അവർ ചെയ്യുന്ന ദുആവും അല്ലാഹു സ്വീകരിക്കുന്ന പക്ഷം സ്വർഗത്തിൽ അവർക്ക് അല്ലാഹു ഉയർച്ച നൽകുന്നുണ്ട്. അല്ലാഹു ഇങ്ങനെ സ്ഥാനക്കയറ്റം കൊടുക്കാൻ. അങ്ങനെയൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടാകുന്നത് എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ സൗഭാഗ്യമാണ്. മദീനയിലേക്ക് കടന്നു വന്നു അബൂ ബുർദ റളിയല്ലാഹു അൻഹു. അബൂ ബുർദ തങ്ങൾ കടന്നു വന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മദീനയിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അതദ്രീ ലിമാ അതൈതുക, അബൂ ബുർദ തങ്ങളെ എന്തിനാണ് ഞാൻ മദീനയിലേക്ക് നിങ്ങളെ കാണാൻ വന്നത് എന്നറിയുമോ? കാരണം ഇബ്നു ഉമർ തങ്ങൾ മക്കക്കാരനാണ്. മക്കയിലുള്ള ഇബ്നു ഉമർ എന്നവര് മദീനത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ 500 കിലോമീറ്റർ ഓടണ്ടേ. നമ്മളെ നാഷണൽ ഹൈവേ ഒന്നല്ലല്ലോ അന്നത്തെ റോഡ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വാഹനം ഒട്ടകമാണ്. അതിന്റെ സ്പീഡ് ഇപ്പം എത്രയാ? ഓട്ടോറിക്ഷൻ്റെ സ്പീഡ് ഉണ്ടാവും ഒട്ടകത്തിന്? എത്ര മെല്ലെയാ പോവുക, എത്ര ക്ഷമ വേണ്ടി വരില്ലേ ഒട്ടപ്പുറത്തൊക്കെ യാത്ര ചെയ്യാൻ. നമുക്കൊക്കെ ഗീറക്കണം മാറ്റുമ്പോൾ എന്തായി വണ്ടി പോകാത്തതെന്ന്, കയറ്റൊന്നും വലിക്കണില്ലല്ലോ. അവർ ഒട്ടകത്തെ കൊണ്ട് കയറ്റം വലിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളൊന്നും ആ കാലത്ത് ജനിക്കാത്തത് നമ്മളെ ഭാഗ്യമായിരിക്കും. ചിലപ്പോൾ നമുക്കൊക്കെ അത്ര ക്ഷമ ഉണ്ടാവുമോ? ഹബീബും സഹാബികളൊക്കെ ഇറങ്ങിയത് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ യുദ്ധത്തിലിറങ്ങി. നമ്മൾ സ്വഹാബത്തിൻ്റെ കാലത്തൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ ചെയ്ത ത്യാഗമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമായിരുന്നോ എന്നും കൂടെ ഇതിനൊപ്പം ആലോചിക്കണം. പ്രിവിലേജ് മാത്രം പോരല്ലോ, അങ്ങോട്ട് കൊടുക്കേണ്ടത് കൊടുക്കും വേണ്ടേ? അതിനല്ലേ അള്ളാഹു അവർക്ക് സ്ഥാനം കൊടുത്തത്. എന്താ അന്നത്തൊക്കെ യാത്രയല്ലേ, ആലോചിച്ച് നോക്കി. ഇസ്രാ പോയ മസ്ജിദുൽ അഖ്സയിലേക്ക് 40 ദിവസത്തെ യാത്ര അങ്ങോട്ട് പോയി വരാൻ. 20 ദിവസം കണ്ടിന്യൂസ് യാത്രയാ, വൺ വേ. തിരിച്ചു വരാൻ 20 ദിവസം. 20 ദിവസം തിരിച്ചു വരാൻ അങ്ങനെ 40 ദിവസം. അതാ പുണ്യനബി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ, കുറഞ്ഞ സമയം കൊണ്ട് പോയി വന്നത്. യാ അല്ലാഹ്, മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് തോന്നുന്നു 2000 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. 2000 എത്ര ഉണ്ടാവും? 2000 അല്ലെങ്കിൽ 1900, ആ ഒരു റേഞ്ചിൽ ഉണ്ടാവാനാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഞാനിപ്പോൾ ഇന്ന് ദുബൈയിൽ നിന്ന് ഉച്ചക്ക് 11:30 മണിക്ക് പുറപ്പെട്ടതാ. 2600 കിലോമീറ്റർ, 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുന്നു. ഈ 20-25 ദിവസം എടുക്കുന്ന യാത്രയാണ് നമ്മൾ 2-3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യുന്നത്. അന്നത്തെ യാത്രയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. യാ അല്ലാഹ്, മദീനയിലേക്ക് വന്നിരിക്കുക അബൂ ബുർദ തങ്ങളെ കാണാൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ ഈ മദീന വരെ യാത്ര ചെയ്ത് വന്നത് എന്തിനാണെന്നറിയോ? എന്തിനായിരിക്കണം മഹാൻ വന്നിട്ടുണ്ടാവുക? മഹാൻ പറഞ്ഞു, എനിക്കറിയില്ല നിങ്ങൾ എന്തിനാ വന്നത്. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പുണ്യനബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാളുടെ വാപ്പ മരിച്ചുപോയാൽ ആ വാപ്പാക്ക് ഇനി ഉപകാരം ചെയ്യാൻ എന്തുണ്ട് വഴി എന്ന് ചോദിക്കുന്നവർക്ക് ഒരു മറുപടിയാണിത്. വാപ്പ മരിച്ചു, അന്ന് ഇതൊന്നും ഓർമ്മയില്ലായിരുന്നു. അന്ന് വാപ്പാനെ കുറെ ഇറങ്ങാറാക്കിയിട്ടുണ്ട്. അല്ല, ഉമ്മ മരിച്ചുപോയി, ഉമ്മയെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും അറിയില്ലായിരുന്നു, വിവരമില്ലായിരുന്നു, അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ, മനുഷ്യന്മാരല്ലേ?
ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണും, പറഞ്ഞു കാണും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അങ്ങനെ മരിച്ചുപോയ വാപ്പയ്ക്ക് ഇനി എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഹദീസ്, ഈ സംഭവം മനസ്സിലാക്കിക്കോളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ് റളിയല്ലാഹു അൻഹുമാ, അബൂബുർദ തങ്ങളെ, നിങ്ങളെ കാണാൻ മക്കയിൽ നിന്ന് 500 കിലോമീറ്ററോളം വരുന്ന ദൂരം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് ഞാനിവിടെ കടന്നു വന്നത് എന്തിനാണെന്നറിയുമോ? പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ അഹബ്ബ അൻ യസ്വില അബാഹു ഫീ ഖബരിഹി, ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വാപ്പക്ക് ഒരു ഉപകാരം ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയസ്വിൽ ഇഖ്വാന അബീഹി മിൻ ബഅദിഹി, വാപ്പയുടെ മരണശേഷം വാപ്പയുടെ ജീവിച്ചിരിപ്പുള്ള സഹോദരങ്ങളുണ്ടോ, കൂട്ടുകാരുണ്ടോ, അവരോട് സ്നേഹബന്ധം നിലനിർത്തുക. ഒരു പെരുന്നാളാകുമ്പോ വാപ്പാന്റെ ചങ്ങാതിക്ക്, വാപ്പയുടെ സുഹൃത്തിന് ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുക, വാപ്പയുടെ സുഹൃത്തിന് ഒരു വാച്ച്, വാപ്പയുടെ സുഹൃത്തിന് ഒരു നേരത്തെ ഭക്ഷണം, വാപ്പയുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു പലഹാരം. വാപ്പയുടെ സുഹൃത്ത്, ഉമ്മ മരിച്ചു, ഉമ്മയുടെ കൂട്ടുകാരികൾ ഉണ്ടാവും. അത് അയൽപക്കത്തോരായിരിക്കാം, കൂടെ പഠിച്ചവരായിരിക്കാം, ഉമ്മയുടെ കൂടെ എപ്പോഴും സമയം ചെലവഴിക്കുന്ന, അവർക്കൊരു ഗിഫ്റ്റ്. മോതിരൊന്നും പറയാൻ വയ്യ, അമ്മാതെ വരെ പോയി. ഇനി കുറച്ച് കഴിഞ്ഞാൽ വിചാരിക്കും അന്ന് 75 ഉള്ളായിരുന്നുള്ളൂ, അന്ന് വാങ്ങിയാൽ മതി, ഇപ്പൊ 1.5 എന്ന് പറയും. അപ്പോ എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കുക ഉമ്മയുടെ കൂട്ടുകാരിക്ക്, അല്ലെങ്കിൽ ഉമ്മയുടെ ജ്യേഷ്ഠത്തി, അനുജത്തി. മൻ അഹബ്ബ അൻ യസ്വില അബാഹു ഫീ ഖബരിഹി, ഖബറിൽ കിടക്കുന്ന സ്വന്തം വാപ്പാക്ക് ഒരു ഉപകാരം ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്നവർക്കും പെട്ടെന്ന് ചെയ്യായിരുന്നു, മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന വാപ്പക്കോ എന്ത് ചെയ്യണം? ഫൽയസ്വിൽ ഇഖ്വാന അബീഹി മിൻ ബഅദിഹി, വാപ്പയുടെ മരണശേഷം വാപ്പയുടെ സഹോദരങ്ങളോടോ കൂട്ടുകാരോടോ ആ സ്നേഹം നിലനിർത്തുക. വഇന്നഹു കാന ബൈന അബീ ഉമർ വബൈന അബീക ഇഖാഉൻ വവുദ്ദുൻ, എന്റെ വാപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും നിങ്ങളുടെ വാപ്പയും സുഹൃത്തുക്കളായിരുന്നു. ഫഅഹ്ബബ്തു അൻ അസ്വില ദാലിക്, എന്റെ വാപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മരണശേഷം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരമാണിത്. എന്റെ വാപ്പയുടെ സുഹൃത്തിന്റെ മോനല്ലേ നിങ്ങൾ, അതുകൊണ്ടാണ് മദീനയിലേക്ക് മക്കയിൽ നിന്ന് 500 കിലോമീറ്റർ യാത്ര ചെയ്തു വന്നത്. ആര്? ഉമർ തങ്ങളുടെ മോന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഇങ്ങനൊക്കെ ആവുമ്പോൾ നാട്ടിൽ എന്തൊരു സ്നേഹമായിരിക്കും അല്ലെ? ഒരാൾ മരിച്ചെന്ന് വിചാരിച്ച് അവിടെ അവസാനിക്കുന്നില്ല. വാപ്പയുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധം. വാപ്പ നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് പോയിരുന്നിരുന്ന ചായക്കട ഉണ്ടാവും. ആ കടക്കാരൻ 25 കൊല്ലം മുമ്പ് ആ ചായക്കടയാണ്, ഇപ്പോഴും അത് തന്നെയാണ്. നിങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് തന്നിട്ടുണ്ട്. വാപ്പ ചായ കുടിച്ചിരുന്ന സ്ഥലല്ലേ, ഇതാ ഒരു 1000 റുപ്യ നിങ്ങൾക്ക് സന്തോഷത്തിന്. എന്തിനാ? വാപ്പാന്റെ ചങ്ങായി ആയിരുന്നില്ലേ, നിങ്ങൾ പിടിച്ചോളൂ എന്ന് പറയാ. വാപ്പയുടെ സൗഹൃദ ബന്ധത്തിന്, ആ ബന്ധങ്ങളെ നന്നായിട്ട് ജീവിപ്പിക്കുക. അത് നിങ്ങളുടെ ഉപ്പയോട് നിങ്ങൾ ചെയ്യുന്ന ഗുണമാണ്. അതിന് കൂലി കിട്ടും. അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ അടുത്ത ബാധ്യത ആരോടാ? ഉമ്മയോടും വാപ്പയോടുമാ. അത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലു അല നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.